ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ, ഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന, സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിലെ ഫലം വന്നപ്പോൾ അത്ഭുതകരമായ ഒരു വലിയ വിജയമാണ് വാസ്തവത്തിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. BJP പോലും ഇത്രയും വിജയിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു 40-45 സീറ്റ് വരെയാണ് BJP പ്രതീക്ഷിച്ചിരുന്നത്. 60-62 സീറ്റ് കിട്ടുമെന്നൊക്കെ സാധാരണ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള, കഠിനാധ്വാനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ അറിയാവുന്നവരെല്ലാം തന്നെ കരുതിയിരുന്നത് ഒരു 45 സീറ്റ് വരെ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 50 സീറ്റിൽ അവരെത്തിയിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഭരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ബാക്കി രണ്ട് മുന്നണികൾക്കും കിട്ടിയ സീറ്റുകൾ കൂട്ടി നോക്കിയാൽ പോലും BJP നേടിയ സീറ്റിനെ മറികടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭരണം എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, 1-2 സ്വതന്ത്രന്മാർ കൂടി പിന്തുണയ്ക്കുന്നതോടുകൂടി തന്നെ അവരുടെ ഭരണം ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ? ഇപ്പൊ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. മാത്രമല്ല, BJP രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളത്തെ നേരത്തെ തന്നെ ഉന്നം വെച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഉന്നമനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധവും പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുക്കുകയും അവർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സർവ്വസന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് നടത്തിയ പ്രചരണം. ആ പ്രചാരണം ദേശീയ എന്നുള്ളത് തെളിവാണ്. ഇവിടെ ചില രാഷ്ട്രീയ ഫാക്ടേഴ്സ് കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. അതിന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ. എന്നോടൊപ്പമുള്ള ശ്രീ വഹീദ്, അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും നിരന്തരം യാത്ര ചെയ്യുകയും ഈ ഇലക്ഷൻ വരുമ്പോൾ അതിനുവേണ്ടി മാത്രം കാറെടുത്ത് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം പലതും ശരിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് നടത്തുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് BJP ജയിപ്പിച്ചത് എന്നുള്ളതാണ്. എന്താണ് താങ്കൾ പ്രധാനമായിട്ടും ഇതിൽ കാണുന്ന എന്താണ് BJPയുടെ വിജയത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഈ 50 സീറ്റ്, അത് 100 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത് കൗൺസിലിലേക്ക്. അതിൽ 101 ഒരെണ്ണം ഒരു സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ബാക്കി 100 സീറ്റുകളിലാണ് മത്സരം നടന്നത്. അവിടെ 50 സീറ്റുകളിൽ BJP എത്തി എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രധാന കാരണം തിരുവനന്തപുരം നഗരത്തിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നതും അത് രാഷ്ട്രീയമായി LDFന് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ശബരിമല ഇഷ്യൂ ഇവിടെ ഏറ്റവും വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് ഒരു പരിധിവരെ ശരിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ തന്നെ ഒരു നേതാവ്, 2 പേര്, അതിൽ ഒരാൾ പ്രമുഖനായ നേതാവ്, മുൻ MLA ജയിലിലാണ്. അയാൾക്കെതിരെ ഒരു നടപടിയെടുക്കുന്നില്ല എന്നുള്ള രീതിയിലും, പിന്നെ ശബരിമല വിവാദം ആണ് ഇവിടെ BJP ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയ ഇഷ്യൂ തിരുവനന്തപുരത്ത്. പിന്നെ അവർ വികസനം, അതായത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു പ്രാവശ്യം ഒരു ഭരണം തന്നാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തന്നെ ഇവിടെ നേരിട്ട് 45 ദിവസത്തിനകം കൊണ്ടുവരികയും ഇവിടെ തിരുവനന്തപുരം നഗരവികസനത്തിൻ്റെ പ്രത്യേക പാക്കേജ് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. അതിനായി തിരുവനന്തപുരം നഗരവാസികൾ ഞങ്ങളെ ഒരു തവണ പരീക്ഷിക്കണം എന്ന നിലപാടും എന്ന പ്രചരണവുമാണ് അവരിവിടെ നടത്തിയത്. അത് വളരെ നല്ല രീതിയിൽ ജനങ്ങളത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് 50 സീറ്റ് ഇവിടെ BJPക്ക് വരുന്നത്. ഒന്നതാണ്. രണ്ടാമത്, കേരള ഭരണത്തിന്, അല്ലെങ്കിൽ അത് കേരള ഭരണത്തിനെതിരെയും തിരുവനന്തപുരം നഗരഭരണത്തിനെതിരെയും, ഇത് രണ്ടും ഇടതുമുന്നണിയുടെ കയ്യിലാണല്ലോ നിലവിലുള്ളത്. ഇത് രണ്ടിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി നന്നായി വർക്കൗട്ടായിട്ടുണ്ട് ഇവിടെ. അത് നമുക്കിപ്പോൾ ഇപ്പോൾ നടന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മൊത്തം റിസൾട്ട് നോക്കുമ്പോൾ ത്രൂ ഔട്ട് കേരള ശരിക്കും ഒരു ഗവൺമെൻറ് വിരുദ്ധ ഒരു കാറ്റ് അലയടിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ആ കാറ്റ് തിരുവനന്തപുരത്തും വീശിയെങ്കിലും ഇവിടെ സംഭവിച്ചത്, ഇവിടുത്തെ വോട്ടർമാർ ഈ സർക്കാർ വിരുദ്ധ വോട്ട് ചെയ്യാൻ തിരുവനന്തപുരം നഗരത്തിൽ സർക്കാരിനെ തോൽപ്പിക്കുക, അതായത് സർക്കാരിൻ്റെ നിലപാടുകളെ തോൽപ്പിക്കുക എന്നതിന് അവർ കണ്ടെത്തിയ തൊട്ടടുത്ത വിജയസാധ്യതയുള്ള മുന്നണി എന്ന നിലയിൽ NDAയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് ഇപ്പോൾ UDF കഴിഞ്ഞ തവണ അറിയാമല്ലോ, വെറും 100-ൽ 10 സീറ്റുമായി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് എത്രത്തോളം മുമ്പോട്ട് വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ നഗരവാസികൾക്ക് സംശയമുണ്ടായിരുന്നു. നേരത്തെ മുരളീരവം ഉയരുമോ എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു. അതെ, തീർച്ചയായും അങ്ങനെ പറയാൻ കഴിയും. കാര്യം UDF ഇവിടെ കഴിഞ്ഞ തവണ 10 കൗൺസിൽ സീറ്റുകളിൽ വിജയിച്ചതിൽ ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോഴേക്കും അതിൽ നിന്ന് 3 സീറ്റുകൾ ഇല്ലാതായി. അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ മത്സരം നടന്ന 100 സീറ്റുകളിൽ 7 സീറ്റുകൾ മാത്രമാണ് UDFൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് അവർ 19ലേക്ക് ഉയർത്തി, എന്നാൽ 3 ഇരട്ടിയിലേക്ക് എത്തിച്ചു.
അത് ശ്രീ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി നിർണയവും റിബൽ ശല്യം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരുന്നു ഇത്തവണ നടന്നത്. കഴിഞ്ഞ തവണ 28ഓളം റിബൽ സ്ഥാനാർത്ഥികൾ UDFന് ഇവിടെ തിരുവനന്തപുരം നഗരസഭ മത്സരത്തിലുണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കി വളരെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ KS ശബരിനാഥനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി മത്സരിച്ചു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി. പക്ഷേ മുരളിയുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ നേമം മണ്ഡലത്തിൽ സംഭവിച്ചതുപോലെ UDF ഒരു കടന്നുകയറ്റം വന്നാൽ അവിടെ NDAക്ക് പിന്നോക്കം പോകേണ്ടി വരും, LDFന് വിജയം വന്നാൽ പോലും എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിവിടെ ഫലത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. ഇവിടെ സംഭവിക്കാത്തതിൻ്റെ കാരണം LDFനെതിരെയുള്ള അതായത് ഭരണവിരുദ്ധ കാറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ തോതിലായിരുന്നു. അതൊരു കൊടുങ്കാറ്റായിട്ട് തന്നെ മാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. തിരുവനന്തപുരത്ത് LDF ഇത്രയും 29 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. 52 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു കൗൺസിലിൽ പകുതിക്ക് തൊട്ട് മുകളിൽ അങ്ങനെ എത്തുന്നതാണ്. അതിൻ്റെ ഗുണം കുറേ ശരിക്കും UDFന് കിട്ടുന്നു, അതിൽ കൂടുതൽ BJPയും കിട്ടുന്നു. UDF മൂന്നാം സ്ഥാനത്ത് വളരെ പിന്നിൽ കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു, അവർക്ക് വോട്ട് ചെയ്താൽ പാഴായി പോകും എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും തീർച്ചയായും അതന്നെയാണ് ശബരിമല വിഷയത്തിൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രതികരണം. ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ തൊട്ടടുത്ത എതിരാളിയെ വേണമല്ലോ ജയിപ്പിച്ചിരിക്കാൻ, മൂന്നാമത് നിൽക്കുന്ന ആളെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഒരു പക്ഷേ ഇവിടെ കോൺഗ്രസിന് കുറച്ചുകൂടെ മേൽക്കൈ. പിന്നെ കോൺഗ്രസിന് ഒരുപാട് ദൗർബല്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ശശി തരൂരിനെ പോലുള്ള ആളുകളൊന്നും കാര്യമായി ഇവിടെ ഇറങ്ങിയതുമില്ല, അവർ വേണ്ടത്ത രീതിയിലൊന്നും പ്രവർത്തിച്ചതുമില്ല. അപ്പം അതേ സമയത്ത് മുരളിയുടെ ഒരു ഒറ്റയാൾ പട്ടാളം എന്നുള്ള മട്ടിൽ അദ്ദേഹം ഇറങ്ങുകയും അദ്ദേഹത്തോടൊപ്പം പലരും നിൽക്കുകയും പിന്നെ പൊതുവെ ഈ പറഞ്ഞ വിമതശല്യം ഒഴിവായി ഒരുപാട് എന്നാൽ തന്നെയും ബേസിക്കലി അവർക്ക് ഒരു മെഷീനറി വളരെ മോശമാണ്. അത് പൊതുവേ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് കാണുന്നത് ഇപ്പോൾ ശ്രീ ശശി തരൂർ തന്നെ കഴിഞ്ഞ 4 തവണയായി ഇവിടെ തുടരെ പാർലമെന്റിൽ വിജയിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ UDFന്റെ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹം ജയിക്കുന്നുവെന്ന്. കാര്യം ഏത് കാലാവസ്ഥയിലും ഇവിടെ UDFന് പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തന രംഗത്തോ ആൾക്കാരുള്ളതായിട്ട് നമ്മൾ കാണാറില്ല. ജനങ്ങൾ സ്വയമേധയാ ഇറങ്ങി വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്ത് കാണാറ്. അത് നമ്മൾ തന്നെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ 3 ഇലക്ഷനിൽ 3 പാറ്റേണിൽ ഇവിടെ വോട്ട് ചെയ്യുന്ന ഒരു നഗരമാണ്. ഈ നഗരത്തിൽ ഇത്തവണ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുക എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഇതിൽ അടുത്ത സാധ്യത എന്ന് പറയുന്നത് NDAക്കാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു വികസന അജണ്ട മുമ്പിൽ വെച്ചിട്ടുന്നു അവർ NDA മുന്നിൽ നിന്നത്. ശബരിമല ഇഷ്യൂ വളരെ വലിയ രീതിയിൽ LDFും UDFും BJPയും പ്രചരിപ്പിക്കുന്നു. അങ്ങനെ സർക്കാർ വിരുദ്ധ വോട്ട് പോകുന്നെങ്കിൽ അത് നേരെ അടുത്ത് വരാൻ സാധ്യതയുള്ള, സർക്കാരിനെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള മുന്നണിക്ക് ആയിക്കോട്ടെ എന്നുള്ള ധാരണയിൽ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലാതെ ഒരു BJPയുടെ ഒരു രാഷ്ട്രീയമായ വിജയമല്ല ഇത്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വിലയിരുത്തുന്ന ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് LDFന്റെ രാഷ്ട്രീയ പരാജയമാണ്. അതിൻ്റെ ഗുണഭോക്താവായി ഇവിടെ തിരുവനന്തപുരത്ത് NDA മാറി. ബാക്കി കേരളത്തിൽ എവിടെ നോക്കിയാലും അത് UDFനാണ് ഗുണം കിട്ടും, UDFാണ് അത് ഗുണഭോക്താവായി മാറിയത്. അതല്ലാതെ ഇത് UDFന്റെയോ NDAയുടെയോ വിജയമല്ല, LDFന്റെ തികഞ്ഞ പരാജയമാണ്. നമ്മൾ അങ്ങനെയാണ് വിലയിരുത്താൻ. ഇവിടെ നഗരത്തിൽ തന്നെ നഗരസഭയുടെ ഇപ്പൊ നമുക്കറിയാം, നഗരസഭയുടെ ഒരു മേയറായിരുന്ന ഒരു വനിത അവര് മത്സരിച്ചില്ലെന്ന് മാത്രമല്ല അവര് തിരുവനന്തപുരം വിട്ട് പോവുകയും ചെയ്തു. അതെ. അപ്പൊ അവരുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടി ഇതിനകത്ത് പ്രകടമാവുന്നില്ലേ? തീർച്ചയായും വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതേ തിരുവനന്തപുരം നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും എതിരെയുള്ള ഒരു എന്താ പറയുക ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ നിഴലിച്ചത്. അത് തന്നെയാണ് ഇവിടെ കണ്ടത്. അതിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഇപ്പോൾ AKG സെൻറ്റർ, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ, മാരാർജി ഭവൻ എന്ന BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ഈ 3 മണ്ഡലം ഇരിക്കുന്ന 3 വാർഡുകളിലാണ്. ഈ 3 വാർഡിലും LDFന് ഒരാളെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ 2 UDFും ഒരിടത്ത് BJPയും ജയിക്കുന്നു. അതായത് ഇന്ദിരാഭവൻ ഇരിക്കുന്നിടത്ത് BJP ജയിക്കുന്നു, AKG സെൻറ്റർ ഇരിക്കുന്നിടത്ത് UDF ജയിക്കുന്നു, മാരാർജി ഭവൻ ഇരിക്കുന്ന വാർഡിൽ UDF ജയിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ LDF ഇവിടെ മൊത്തത്തിലൊന്ന് പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ മൊത്തത്തിൽ വന്നു. അവിടെ ശരിക്കും വേറെ ഈ പറഞ്ഞതുപോലെ മറ്റ് കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളല്ല. UDFന്റെയോ NDAയുടെ വിജയം, അവരുടെ വമ്പൻ വിജയമോ മുന്നോട്ട് പോക്കെന്ന് പറയുന്നതിലുപരി LDFന്റെ നിലംപരിശാവുന്ന അവസ്ഥ അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തലുകൾ ആവശ്യമുണ്ട്. അത് നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ അതിൽ വരുന്നതായിരിക്കും.